ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നൊരു വെറൈറ്റി വ്ളോഗാണ്. നമ്മൾ ഇന്ന് അറ്റ്ലാന്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. സോ ഒരു റോഡ് ട്രിപ്പാണ്, വണ്ടി ഓടിച്ചാണ് പോകുന്നത്. സോ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ജസ്റ്റ് ഒരു ബനിയൻ ആൻഡ് പാൻറ്. അങ്ങനെ ഞങ്ങൾ റോഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. ഇപ്പോൾ സമയം ഇവിടെ 6:27. ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടത്തിലുള്ളത്, അമ്മയുണ്ട്, അച്ചച്ചയുണ്ട്, അപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെയാണ് ഈ യാത്ര, റോഡ് ട്രിപ്പ്. മാറി മാറി വണ്ടിയൊക്കെ ഓടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. സ്ഥലം ഇപ്പോൾ എവിടെ അപ്പു? സ്ഥലം ഇപ്പം നമ്മൾ പെൻസിൽവാനിയയിലാണുള്ളത്. അതിന് പോകുന്ന വഴിക്ക് എന്തെങ്കിലും അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം. ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. ഞാനിപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ചായയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവാണ്. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് വണ്ടിയിലേക്ക് തിരിച്ചു കയറി. അപ്പം എൻ്റെ കൂടെ പോരുന്നവരെയൊക്കെ കാണണ്ടേ. അമ്മ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പു ഒരു ഹായ് പറഞ്ഞേ. അപ്പു. പിന്നെ അച്ചച്ചുണ്ട്. അച്ചച്ചു ഒരു ഹായ് പറഞ്ഞേ. ഞങ്ങൾ ഇത്രയും പേരാണ് അറ്റ്ലാന്റയ്ക്ക് പോകുന്നത്. ഇപ്പൊ അച്ചച്ചൊരു ടേണാണ് വണ്ടി ഓടിക്കാൻ. എൻ്റെ ടേണ് മരുവായിരിക്കും. സോ ഇനി എന്തെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പോകുന്ന വഴിക്ക്. അങ്ങനെ കുറേ നേരത്തെ കാർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മേരിലാൻഡ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ മക്ഡിയിലൊന്ന് നിർത്തി ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ സമയം ഏതാണ്ട് 8:45 AM ആയി. ഞങ്ങളിനി അറ്റ്ലാന്റയിൽ എത്തുമ്പോൾ ഒരു 7 മണി എന്നാണ് കാണിക്കുന്നത്. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമായിരിക്കും, കാരണം നിർത്തിയല്ലേ പോകുന്നത്. അപ്പം ഞങ്ങളിവിടെ ഇരുന്ന് മക്ഡിയിലൊക്കെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാനാണ്. സത്യം പറഞ്ഞ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് തീറ്റയാണ്. വളരെ രാവിലെ ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്കൊരു സാൻഡ്വിച്ച് കഴിച്ചു. അത് കാണിച്ചില്ല. ഞാൻ ഉറക്കത്തിൻ്റെ ആ ഒരു മോഡിലാണ്. ഇപ്പോൾ ഈ മാങ്ങാപ്പഴം കഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വെർജീനിയയിലെത്തി. ഇപ്പോൾ വെർജീനിയയിലാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റിംഗ് ഏരിയ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര മണിക്കൂറും കൂടി ഉണ്ട് ചേച്ചി? ഇനി 8 മണിക്കൂറും കൂടെ ഉണ്ട്. 5-8 മണിക്കൂറും കൂടെ ഉണ്ട് അങ്ങോട്ടേക്ക്. 8 മണിക്കൂറും കൂടെ ഉണ്ട്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇതുപോലെ ഇനി വേറെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ കാണിക്കാം കേട്ടോ. വരാട്ടോ. നമ്മുടെ വണ്ടി അങ്ങനെ ഒരു 3-4 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്റ്റീക്ക് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്റ്റീക്ക് കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നേക്കുവാണ്. അപ്പം അവിടെ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഫുഡിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ ഞങ്ങളുടെ മെയിൻ ഐറ്റം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എല്ലാവരും ഓയിലിൻ്റെ സൈഡ് പോയി നമുക്ക് ബൊഫേ ഉണ്ട്, അപ്പോൾ അവിടെ പോയി എടുക്കാം. മെയിൻ ഐറ്റം സ്റ്റീക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ കാണിക്കണം, എടുക്കുമായിരുന്നു. നോക്കി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നല്ല സൂപ്പർ. ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഭയങ്കര ഹെവി ആയി പോയി. സ്റ്റേക്കൊക്കെയാണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് മത്ത് പിടിച്ച് വരുന്ന പോലെയാണ്. ഇത് സത്യം പറഞ്ഞാൽ ട്രാവൽ വ്ളോഗാണ്, പക്ഷെ ഇത് ഫുഡ് വ്ളോഗായി മാറുമോ എന്ന് എൻ്റെ ഒരു സംശയം ഇപ്പം. ഇനി ഞങ്ങൾ വെച്ച് പിടിച്ച് ഇനി മിക്കവാറും അറ്റ്ലാന്റയിലാണ് നിർത്തത്തുള്ളായിരിക്കും. ഇങ്ങനെ കഴിച്ച സ്ഥിതിക്ക് അറിയത്തില്ല ചായ കുടിക്കാൻ ഇനി എൻ്റെ അടുത്ത് നിർത്തുമെന്ന്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞു സമയം എത്ര ആയിച്ചേ? 2 മണിയായി ഉച്ച. അപ്പോൾ എന്തായാലും ഇച്ചിരി കൂടെ ലേറ്റ് ആകും.
എസ്റ്റിമേറ്റഡ് ടൈം ഉദ്ദേശിച്ചതിനേക്കാളും, കാരണം ഫുഡ് കഴിക്കാൻ ഇവിടെ നിർത്തിയതുകൊണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, ഞാൻ പിന്നെയും വന്നു. നല്ല കാര്യല്ലേ? എനിക്കിപ്പോൾ കേക്ക് തിന്നാന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ നേരമായി, ഒരു 3-4 മണിക്കൂറായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടെന്നാൽ പിന്നെ കഴിച്ചിട്ട് കേക്ക് കഴിക്കാൻ വിചാരിച്ചു. ഞങ്ങൾ കൊണ്ടുവന്ന കേക്ക് കഴിച്ചു. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ സ്ഥലത്തേക്ക്, അത് ഞങ്ങൾ പോകുന്ന അറ്റ്ലാന്റ, ജോർജിയയിലെ അറ്റ്ലാന്റയിലേക്ക് കയറുകയാണ്. ഇതുവരെ എത്തിയിട്ടില്ല, കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാലും ഞങ്ങൾ ഏകദേശം എത്താറായി. ഒരു നീണ്ട 16 മണിക്കൂറത്തെ യാത്ര. അതായത് രാവിലെ രാവിലെ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ സമയം 6:48. ഞങ്ങൾ അവിടെ എത്തുമ്പം, അവരുടെ വീട്ടിലെത്തുമ്പം സമയം 8:48 ആവും. അപ്പം ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുന്നു. വണ്ടിയിലായതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ചെറിയ മടുപ്പുണ്ട്. ഇങ്ങനെ അറ്റ്ലാന്റയിൽ ഞങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ്. അവരുടെ വീടെത്താൻ വേണ്ടി 30 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറുമ്പം എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ പൂ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഹോം ഡിപ്പോയിൽ നിർത്തിയതാണ്. ഇനി നേരെ അങ്ങോട്ടേക്ക് 30 മിനിറ്റ്. അങ്ങനെയല്ല ഞങ്ങളുടെ ലോങ് ജേണി ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആ കസിൻ്റെ വീട്ടിലെത്തി. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതൊരു മാമോദിസയ്ക്കാണ്. അപ്പം നാളെ ഞങ്ങൾ മാമോദിസ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകും. അപ്പം ഇത്രയേ ഉള്ളൂ ആ ട്രാവൽ വ്ലോഗ്. ഇനി കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി നാളെ മാമോദിസയ്ക്ക് പോയി ഞങ്ങൾ തിരിച്ച് നമ്മുടെ ബോസ്റ്റണിലേക്ക് തിരിച്ച് പോകും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.